നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നിലനിർത്തുന്നത് എന്തായിരിക്കും? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഈയൊരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു നിമിഷത്തേക്കൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഭാവിയെ ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ സമയവും ഊർജവും എവിടെയായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക? അപ്പോൾ സാധാരണയായി ആളുകൾ എന്താ ചിന്തിക്കുന്നതെന്ന് നോക്കിയാലോ? ഈ അടുത്ത് മില്ലേനിയൽസിനിടയിൽ ഒരു സർവേ നടത്തി. അതിൽ പങ്കെടുത്ത 80% പേരും പറഞ്ഞതെന്താണെന്നറിയോ? അവരുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം പണമുണ്ടാക്കുക എന്നതായിരുന്നു. പിന്നെ ഒരു 50% പേർക്ക് പ്രശസ്തരാവണമെന്നും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അല്ലേ? ഒരു നല്ല ജീവിതം വേണമെങ്കിൽ ഇതൊക്കെയാണ് വേണ്ടെന്ന് നമ്മളെ എപ്പോഴും പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഒരു നല്ല ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആളുകളോട് അവരുടെ ഭൂതകാലത്തെപ്പറ്റി ചോദിച്ചു മനസ്സിലാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മുടെ ഓർമ്മകൾക്ക് ചില പരിമിതികളുണ്ട്. നമ്മൾ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ മറന്നുപോകും. ചിലപ്പോഴൊക്കെ നമ്മുടെ ഓർമ്മകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക പോലും ചെയ്യും. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. കാലത്തിനനുസരിച്ച് ജീവിതം എങ്ങനെ മാറുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞാലോ? ആളുകളെ അവരുടെ കൗമാരം മുതൽ വാർദ്ധക്യം വരെ പിന്തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞാലോ? അങ്ങനൊരു പഠനം ശരിക്കും നടന്നിട്ടുണ്ട്. ദി ഹാർവാർഡ് സ്റ്റഡി ഓഫ് അഡൾട്ട് ഡെവലപ്മെന്റ്. ഒരുപക്ഷേ മുതിർന്നവരുടെ ജീവിതത്തെക്കുറിച്ച് ഇത്രയും കാലം നീണ്ടുനിന്ന വേറൊരു പഠനം ഉണ്ടായിട്ടുണ്ടാകില്ല. ഈ പഠനം എത്ര വർഷം നീണ്ടുനിന്നു എന്നറിയുമോ? 75 വർഷം. അതെ, 75 വർഷം കൊണ്ട് 724 പുരുഷന്മാരുടെ ജീവിതമാണ് അവർ ഫോളോ ചെയ്തത്. അവരുടെ ജോലി, കുടുംബജീവിതം, ആരോഗ്യം എല്ലാത്തിനെക്കുറിച്ചും വർഷാവർഷം ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. ഈ പഠനം 2 വ്യത്യസ്ത വിഭാഗത്തിലുള്ള ആളുകളെയാണ് പിന്തുടർന്നത്. ഒരു കൂട്ടർ ഹാർവാർഡ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു, എല്ലാ സൗകര്യങ്ങളുമുള്ളവർ. രണ്ടാമത്തെ കൂട്ടരാണെങ്കിൽ ബോസ്റ്റണിലെ ഏറ്റവും ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൺകുട്ടികൾ. പലർക്കും താമസിക്കാൻ ഒരു നല്ല വീട് പോലും ഉണ്ടായിരുന്നില്ല. ഈ കൗമാരക്കാർ വളർന്ന് ജീവിതത്തിന്റെ പല വഴികളിലൂടെയും സഞ്ചരിച്ചു. അവരിൽ ഫാക്ടറി തൊഴിലാളികളായി, വക്കീലന്മാരായി, ഡോക്ടർമാരായി, എന്തിനേറെ അവരിലൊരാൾ അമേരിക്കൻ പ്രസിഡന്റ് പോലുമായി. ചിലർ മദ്യപാനത്തിനടിമകളായി, ചിലർക്ക് മാനസിക രോഗങ്ങൾ വന്നു, ചിലർ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് കയറിപ്പോയപ്പോൾ മറ്റു ചിലർ നേരെ വിപരീത ദിശയിലും സഞ്ചരിച്ചു. അപ്പോൾ ഇത്രയും വർഷത്തെ പഠനത്തിനും 10,000-കണക്കിന് പേജുകളുള്ള വിവരങ്ങൾക്കും ശേഷം അവർക്ക് കിട്ടിയ ഏറ്റവും വ്യക്തമായ സന്ദേശം എന്തായിരിക്കും? ആ സന്ദേശം പണത്തെക്കുറിച്ചോ പ്രശസ്തിയെക്കുറിച്ചോ കഠിനാധ്വാനത്തെക്കുറിച്ചോ ആയിരുന്നില്ല. 75 വർഷത്തെ ഈ പഠനത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വ്യക്തമായ ഒരൊറ്റ സന്ദേശം ഇതായിരുന്നു: നല്ല ബന്ധങ്ങൾ നമ്മളെ കൂടുതൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ സഹായിക്കുന്നു. പീരീഡ്. ഈ ബന്ധങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട 3 പാഠങ്ങളാണ് ആ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്കവ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പാഠം ഇതാണ്: സാമൂഹിക ബന്ധങ്ങൾ നമുക്ക് ശരിക്കും നല്ലതാണ്, പക്ഷേ ഏകാന്തത നമ്മളെ ഇല്ലാതാക്കും. കുടുംബവുമായും സുഹൃത്തുക്കളുമായും സമൂഹവുമായും കൂടുതൽ അടുപ്പം പുലർത്തുന്ന ആളുകൾ കൂടുതൽ സന്തോഷവാന്മാരും ആരോഗ്യവാന്മാരുമാണെന്ന് മാത്രമല്ല, അവർ കൂടുതൽ കാലം ജീവിക്കുകയും ചെയ്യുന്നു. ഏകാന്തതയുടെ അനുഭവം ഒരു വിഷം പോലെയാണ്. അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒറ്റപ്പെട്ട ആളുകൾക്ക് സന്തോഷം കുറവായിരിക്കും. ആരോഗ്യം ചെറുപ്പത്തിലേ ക്ഷയിക്കാൻ തുടങ്ങും. തലച്ചോറിന്റെ പ്രവർത്തനവും നേരത്തെ തന്നെ കുറഞ്ഞു തുടങ്ങും. ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് സമയമെടുത്താലും അമേരിക്കയിലെ 5-ലൊരാൾക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ വലിയ പാഠം: നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് എന്നതിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രണയബന്ധമുണ്ടോ എന്നതിലോ ഒന്നുമല്ല കാര്യം. അതിനേക്കാളൊക്കെ പ്രധാനം നിങ്ങളുടെ അടുത്ത ബന്ധങ്ങളുടെ ക്വാളിറ്റിയാണ്. വഴക്കും ബഹളവും നിറഞ്ഞ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ മോശമാണ്. ഉദാഹരണത്തിന്, അധികം സ്നേഹമില്ലാത്ത കലഹം നിറഞ്ഞ വിവാഹബന്ധങ്ങൾ. അത് നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കും, ഒരുപക്ഷെ വിവാഹമോചനം നേടുന്നതിനേക്കാൾ മോശമായിട്ട്. എന്നാൽ നല്ല ഊഷ്മളമായ ബന്ധങ്ങൾ നമുക്കൊരു സംരക്ഷണം പോലെയാണ്. ഇതിലെ ഏറ്റവും രസകരമായൊരു കണ്ടെത്തൽ എന്താണെന്നറിയോ? 50 വയസ്സിൽ തങ്ങളുടെ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തരായിരുന്ന ആളുകളാണ് 80 വയസ്സിൽ ഏറ്റവും ആരോഗ്യവാന്മാരായിരുന്നത്. അല്ലാതെ അവരുടെ മധ്യവയസ്സിലെ കൊളസ്ട്രോളിന്റെ അളവൊന്നും ആയിരുന്നില്ല, മറിച്ച് അവരുടെ ബന്ധങ്ങളിലെ സംതൃപ്തിയായിരുന്നു അവരുടെ വാർദ്ധക്യത്തിലെ ആരോഗ്യം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിച്ചത്. ഇനി നമ്മൾ പഠിച്ച മൂന്നാമത്തെ വലിയ പാഠം: നല്ല ബന്ധങ്ങൾ നമ്മുടെ ശരീരത്തെ മാത്രമല്ല സംരക്ഷിക്കുന്നത്, അത് നമ്മുടെ തലച്ചോറിനെയും സംരക്ഷിക്കുന്നു. 80 വയസ്സൊക്കെ ആവുമ്പോൾ സുരക്ഷിതമായൊരു ബന്ധത്തിൽ ജീവിക്കുന്നത് നമ്മുടെ തലച്ചോറിന് ഒരു പ്രൊട്ടക്ഷനാണ്. അതായത്, ആവശ്യമുള്ള ഒരു സമയത്ത് എന്റെ പങ്കാളിയെ എനിക്ക് ആശ്രയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവരുടെ ഓർമ്മശക്തി കൂടുതൽ കാലം ഷാർപ്പായി നിൽക്കും. എന്നാൽ അങ്ങനെ ഒരു ഉറപ്പില്ലാത്തവർക്ക് ഓർമ്മക്കുറവ് നേരത്തെ വരും. ഇതിലെ രസമെന്താണെന്ന് വെച്ചാൽ, ദമ്പതികൾ ദിവസം വഴക്കിട്ടാലും കുഴപ്പമില്ല,
പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പരസ്പരം താങ്ങാവുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ വഴക്കുകളൊന്നും അവരുടെ ഓർമ്മയെ ബാധിക്കില്ല. അപ്പോൾ ഈ ഒരു സന്ദേശം, അതായത് നല്ല അടുത്ത ബന്ധങ്ങൾ നമ്മുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് പണ്ടുമുതലേ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇത്ര ബുദ്ധിമുട്ടും അവഗണിക്കാൻ ഇത്ര എളുപ്പവും? അതിന് കാരണം നമ്മൾ മനുഷ്യരാണ് എന്നത് തന്നെ. നമുക്ക് പെട്ടെന്നുള്ള പരിഹാരങ്ങൾ വേണം. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനും അതങ്ങനെ തന്നെ നിലനിർത്താനും പറ്റുന്ന എന്തെങ്കിലും ഒരു ക്വിക്ക് ഫിക്സ്. പക്ഷേ ബന്ധങ്ങൾ അങ്ങനെയല്ല. അവ കുറച്ച് സങ്കീർണമാണ്, ചിലപ്പോൾ കുഴഞ്ഞുമറിഞ്ഞതുമാണ്. കുടുംബത്തെയും സുഹൃത്തുക്കളെയും പരിപാലിക്കുക എന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സ്ക്രീനിന് മുന്നിലിരിക്കുന്ന സമയം കുറച്ചിട്ട് ആളുകളുമായി സംസാരിക്കാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരുമിച്ച് പുതിയ എന്തെങ്കിലും ചെയ്ത് പഴയൊരു ബന്ധത്തിനൊരു പുതുജീവൻ നൽകാം. ഒരുമിച്ച് നടക്കാൻ പോകാം, അല്ലെങ്കിൽ വർഷങ്ങളായി സംസാരിക്കാത്ത ഏതെങ്കിലും ഒരു കുടുംബാംഗത്തെ വിളിച്ച് സംസാരിക്കാം. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ മാർക്ക് ട്വെയിനിന്റെ ഒരു ഉദ്ധരണി പറയാം. ഒരു നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം തന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞുനോക്കി ഇങ്ങനെ എഴുതി: വഴക്കുകൾക്കും ക്ഷമാപണങ്ങൾക്കും ഹൃദയവേദനകൾക്കും കണക്ക് ചോദിക്കലുകൾക്കും സമയമില്ല. ജീവിതം അത്ര ചെറുതാണ്. സ്നേഹിക്കാൻ മാത്രമേ സമയമുള്ളൂ. അതിന് തന്നെ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. എപ്പോഴും ഓർക്കുക, ഒരു നല്ല ജീവിതം പടുത്തുയർത്തുന്നത് നല്ല ബന്ധങ്ങളിലൂടെയാണ്.